എൻഡോസൾഫാൻ ദുരിതബാധിതരും അമ്മമാരും കാസർഗോഡ് കളക്ടറേറ്റിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ടറേറ്റിൽ കുത്തിയിരുന്നത്. 2024 ഇത് സംബന്ധിച്ച നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. എൻഡോസൾഫാൻ പാക്കേജിൽ ഉൾപ്പെടുത്തി 1031 പേർക്ക് സഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് കാസർഗോഡ് ജില്ലാ കളക്ടറെ കാണാൻ ദുരിതബാധിതർ നേരിട്ട് എത്തിയത്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമെന്ന് കളക്ടർ രേഖാമൂലം അറിയിക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. ഇപ്പൊ നമ്മൾ അപേക്ഷ കൊടുത്തു, വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 1 വർഷം 3 മാസം കഴിഞ്ഞു. ഇനെന്തെന്ന് നമ്മളിങ്ങനെ കാത്തിക്കേണ്ടത്? അപ്പോൾ ഇപ്പൊ സാറിനെ കണ്ടപ്പോൾ പറയുന്നത് എന്തോ ക്യാബിനറ്റിലേക്ക് അയച്ചിട്ടുണ്ട്, അതുവരെ എപ്പോൾ വരും അതവർക്ക് അറിയില്ല. നമ്മൾക്ക് ഇനി കാത്തിക്കാൻ പറ്റൂല. നമ്മളിവിടെ ഇരിക്കാൻ തയ്യാറായിട്ട് വന്നു, നമ്മൾ പോവില്ല. നമുക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ആ കാര്യം ഞങ്ങൾക്ക് എഴുതി തരണം. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 1031 പേർക്ക് ചികിത്സ നൽകും എന്ന് ഞങ്ങൾക്ക് എഴുതി തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. ആവശ്യം അംഗീകരിക്കാൻ കളക്ടർ വിസമ്മതിച്ചതോടെ സമരക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പദ്ധതി നടപ്പിലാക്കാതെ പിരിഞ്ഞു പോകില്ലെന്നും അധികാരികളിൽ നിന്ന് പലതവണ പറ്റിക്കപ്പെട്ടതായും പ്രതിഷേധക്കാർ. റിപ്പോർട്ട് കിട്ടിയില്ല, മുകളിലോട്ട് ഇനിയും അയക്കണമെന്ന്. നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല, കാരണം ആരോഗ്യമില്ല, ആർക്കും ഇല്ല. ഇവിടെ വന്നവരെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ അറിയാം. ഇനി അവർക്കും വയസ്സായി പോയി, ആ കുട്ടികൾക്കും വയസ്സായി, അമ്മമാർക്കും വയസ്സായി. അപ്പം നമ്മ ഇനി വെയിറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. 2024 മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയത്. ദുരിതബാധിതരുടെ സൗജന്യ ചികിത്സ, പെൻഷൻ, ആംബുലൻസ് പരിരക്ഷ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള സെൽ യോഗങ്ങൾ തുടങ്ങിയവ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു വാഗ്ദാനം. മീഡിയ 1 കാസർഗോഡ്.